ഇപ്പോൾ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. തിരുവള്ളുവരിന്റെ പ്രതിമയ്ക്ക് സമീപം അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 45 മണിക്കൂർ ധ്യാനമാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ധ്യാന മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി തിരുവള്ളുവരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. അതിനുശേഷം അവിടെ അല്പസമയം നിന്നതിന് ശേഷം അങ്ങോട്ടേക്ക് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങുമെന്നുള്ള അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. അവിടെ നിന്നാകും അദ്ദേഹം ഒരുപക്ഷെ വാരാണസിയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് മടങ്ങുന്നത് എന്നതാണ്. തിരുവനന്തപുരത്ത് പോയതിനു ശേഷമാകും അദ്ദേഹത്തിന്റെ മടക്കം. അജീഷ് ജയകുമാർ കന്യാകുമാരിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോൾ തിരുവള്ളുവരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ നിന്നും പ്രധാനമന്ത്രി മടങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ള 45 മണിക്കൂർ നേരത്തെ ധ്യാനം, അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, എന്തായാലും 45 മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ തിരുവള്ളുവർ പ്രതിമയ്ക്ക് മുന്നിലാണ് അദ്ദേഹം ഉള്ളത്. തിരുവള്ളുവർ പ്രതിമയ്ക്ക് കാൽക്കൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി അതിൽ നമസ്കരിച്ച ശേഷം അവിടെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും അദ്ദേഹം താഴോട്ട് ഇറങ്ങി ബോട്ടിൽ തന്നെ അദ്ദേഹം കരക്കെത്തും. അതിനുശേഷമായിരിക്കും ഗസ്റ്റ് ഹൌസിൽ തൊട്ടടുത്ത് ചേർന്നുള്ള ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡിലെത്തുക. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന് പോകാനുള്ള ഹെലികോപ്റ്ററും സജ്ജീകരിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റൽ പോലീസും തമിഴ്നാട് പോലീസും SPGയുടെയും വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി ഇവിടെ 45 മണിക്കൂർ നീണ്ട ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു പ്രധാനമന്ത്രി ഈ ധ്യാനം പൂർത്തിയാക്കിയിട്ട്. ആദ്യം ഈ ധ്യാന മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം ഈ അവിടുത്തെ ജീവനക്കാരുമായി സംസാരിച്ച് അവരോടൊപ്പം ഫോട്ടോഷൂട്ടുകൾ നടത്തിയിരുന്നു. അവരോടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ് മുൻപാണ് അദ്ദേഹം അടുത്തൊരു ബോട്ടിൽ കയറി ഇപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. 4 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അവിടുന്ന് നേരെ വാരണാസിയിലേക്കോ ദില്ലിയിലേക്കോ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദില്ലിയിൽ എന്തോ BJPയുടെ യോഗം വിളിച്ചിട്ടുണ്ട് രാത്രി. ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് അദ്ദേഹം സ്വന്തം മണ്ഡലമായ വോട്ടെടുപ്പ് നടക്കുന്ന വാരണാസിയിലേക്ക് പോകുമെന്നായിരുന്നു. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അദ്ദേഹം വ്യാഴാഴ്ച വന്നതു തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടം പൂർത്തിയാക്കിയ ശേഷം പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നാണ് നേരെ കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം നിശബ്ദ പ്രചരണങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ പൂർണ്ണമായി ധ്യാനത്തിലായിരുന്നു, മൗനത്തിലായിരുന്നു. ഇതിനുശേഷം അദ്ദേഹം BJPയുടെ മീറ്റിംഗിൽ പങ്കെടുത്ത് അതോടെ എന്തെങ്കിലും തുറന്നു പറയുമോ എന്നുള്ളത് ഏറെ കൗതുകകരമായി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ 2 ദിവസത്തെ ധ്യാനത്തിനിടയിൽ ഒരുപാട് വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഈ ധ്യാനം ആത്മീയമാണോ രാഷ്ട്രീയമാണോ എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, പരിഹാസങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ടാകട്ടെ എന്ന് പരിഹസിച്ചവരുണ്ട്. അത് മാത്രമല്ല DMKയും CPMും കോൺഗ്രസും അടക്കമുള്ള തമിഴ്നാട്ടിലെ പാർട്ടികൾ അദ്ദേഹത്തിന്റെ ഈ ധ്യാനത്തിനെതിരെ ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരുന്നു, കോടതിയിൽ സമീപിച്ചിരുന്നു, വരണാധികാരിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അദ്ദേഹത്തിന്റെ ഈ ധ്യാനം തടസ്സപ്പെടുത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധ്യാനവുമായി മുന്നോട്ട് പോയിരുന്നു. ഈ ധ്യാനത്തിനിടയിൽ നമ്മൾ ആദ്യം കരുതിയിരുന്നത് അദ്ദേഹം പൂർണ്ണമായും ഈ ധ്യാന മണ്ഡപത്തിനുള്ളിൽ തന്നെ കഴിയുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം വെള്ളവസ്ത്രത്തിൽ വന്നെങ്കിലും പിറ്റേ ദിവസം 2ാമത്തെ ദിവസം കാഷായ വസ്ത്രം ധരിച്ച ശേഷം ആണ് അദ്ദേഹത്തെ കണ്ടത്. ANIയും ദൂരദർശനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർമാരും മാത്രമായിരുന്നു അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. യാത്രക്കാർക്കൊന്നും ആദ്യ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കൊന്നും വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശന അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്നലെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ചില സന്ദർശകർക്ക്, പ്രത്യേക അനുമതിയുള്ളവർക്ക്, പ്രത്യേകം തെരഞ്ഞെടുത്തവർക്ക് മാത്രം ഇന്നലെ വൈകുന്നതിന് ശേഷവും ഇന്ന് ഉച്ചവരെയും പ്രവേശനമുണ്ടായിരുന്നു. അവര് ഈ വിവേകാനന്ദ പാറയിൽ ബോട്ടിൽ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം അവർ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാധാരണക്കാർക്കാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ സമയത്തൊക്കെ, അതായത് ഇന്നലെ രാവിലെയും ഇന്ന് രാവിലെയും ഒക്കെ തന്നെ അദ്ദേഹം അതിരാവിലെ എണീറ്റ് ഈ ബംഗാൾ ഉൾക്കടലിലെ സൂര്യോദയം ദർശിക്കാൻ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അവിടുന്ന് സൂര്യപൂജയും ഒപ്പം തന്നെ സമുദ്രപൂജയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഈ ഒരു ജപമാലയും ഉണ്ടായിരുന്നു. ആ ജപമാലയുമായി ധ്യാനമണ്ഡപത്തിന് ചുറ്റും നടക്കുന്ന മോദിയും അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങൾ എടുക്കാനാണോ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറുമായി ധ്യാനത്തിന് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ആദ്യമായി കാണുകയാണോ എന്നടക്കം പ്രതിപക്ഷ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും അതൊന്നും കൂട്ടാക്കാതെ ഈ BJP നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്.